ക്ലീറ്റോ ചേട്ടാ അന്നേ കൊടി തേക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് അയൺ ബോക്സ് കൊണ്ടുപോയില്ലേ? അതെന്തേ? റൊണാൾഡിനെ കൊടുത്തുവിട്ട്. എവിടെ എവിടെ കൊടുത്തുവിട്ട്? അത് അടുത്ത ദിവസം തന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ റൊണാൾഡിനെ കൊടുത്തുവിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. ഇല്ല, ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ കാണൂല, ഇവിടെ കാണുന്നില്ല. എന്തൊരു വഴക്കായിരുന്നു ഞാനും ഏട്ടനും കൂടെ. ഇപ്പൊ എന്തിന്? ഏട്ടന്റെ യൂണിഫോം തേക്കണായിരുന്നു. അതിപ്പോ റൊണാൾഡിനെ കൊടുത്തുവിട്ട് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ അവനെ വിളിച്ചു നോക്കിയല്ലോ. ഇവിടെ കൊണ്ടുവന്നില്ല. വിളിച്ച് ചോദിക്കുന്ന എന്തുവാണ് ക്ലീറ്റോ ചേട്ടാ? ഒരു സാധനം കൊണ്ടുപോയി ഉത്തരവാദിത്തമായിട്ട് ഇവിടെ എത്തണ്ടേ? അവന്റെ സ്വഭാവം ഇസ്തിരിപ്പെട്ടിയല്ലേ? ഈ വായ നോക്കി എവിടെ പോയി കിടക്കണം? കേട്ടില്ലേ പിന്നെ ക്ലീറ്റോ ചേട്ടൻ ഇവിടുത്തെ ബഹളം? ഞാൻ കുളിച്ചോണ്ടിരിക്കല്ലായിരുന്ന അതിന് ഇങ്ങനെ നടന്ന് ബഹളം വയ്ക്കാൻ ഇവിടെ ഒരു ഇസ്തിരി പെട്ടിയുടെ കാര്യമല്ലേ ഉള്ളൂ. അല്ല ഇപ്പൊ ഞാൻ എങ്ങനെ തേക്കും? ഇവിടെ ഇസ്തിരി എടുത്തോണ്ട് പാർട്ടി ഓഫീസ് കൊണ്ടുപോയാ? ഓ കൊണ്ടുപോയി. എന്തിന് കാര്യമുണ്ട്. ഞാൻ കാശ് കൊടുത്ത് ഇവിടെ പഠിച്ചിരിക്കുന്ന സാധനമല്ലേ അത് നിന്റെ അടുത്ത് ഇവിടെ ആരും തന്നെ ഇവിടെ കാര്യം ഉണ്ടായിരുന്ന ഒരു ആവശ്യത്തിന് കൊണ്ടുപോയി. അതിനിപ്പോ എന്ത്? അതാണ് വരെ കൊണ്ട് തിരിച്ചു വരുന്നത് എന്താ? തിരിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ റൊണാൾഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും അല്ല ക്ലീറ്റോ ചേട്ടൻ റൊണാൾഡോ അച്ചാച്ചന്റെ റൊണാൾഡിന്റെ ഞാൻ കൊടുത്തു വിട്ടല്ലോ. അവൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അല്ല കൊടുത്തെന്ന് പറഞ്ഞു. പറഞ്ഞല്ലേ ഉള്ളൂ. നീ കിടന്ന് ബഹളം വെക്കല്ലേ? ഇനിയിപ്പോ ഞാനൊരു അയൺ ബോക്സ് മേടിച്ചു വെച്ചെങ്കിൽ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എടുത്തോണ്ട് പോകുന്നത് തെറ്റ്. തിരിച്ചു തരാത്ത അതിനേക്കാളും വലിയ തെറ്റ്. എന്റെ കഷ്ടകാലത്തിന് ഇവിടുത്തെ ഇസ്തിരിപ്പെട്ടിന്ന് കംപ്ലൈന്റ് ആയിപ്പോയി. അതുകൊണ്ട് പാർട്ടി ഓഫീസിൽ കുറച്ച് കോടി തേക്കാണ്ടായി. അതിനെ എടുത്തോണ്ട് പോയി. ആ തേപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് റൊണാൾഡിന്റെ. എനിക്ക് മീറ്റിംഗിന് പോകാനുള്ളതാണ്. അതെ, നീ കിടന്ന് ബഹളം വെക്കേണ്ട. ഒരു ഇസ്തിരിപ്പെട്ടിയല്ലേ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. ഇസ്തിരിപ്പെട്ടി എന്തത്? ഇവിടത്തെ ഇസ്തിരിപ്പെട്ടി മതി, നിന്റെ വേണ്ട. നീ അവതാരത്തിൽ വേറെ പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി ഇസ്തിരിപ്പെട്ടി എനിക്ക് തിരിച്ചു തരണം. അതെന്തിനാ ഇങ്ങനെ വാശി? ഇപ്പൊ അത് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് ആരുടെ ഔദാര്യം വേണം? ഒരു കാര്യം ചെയ്യ്, നിന്റെ പാർട്ടിക്ക് വേണ്ടി സംഭാവന എടുത്തോണ്ട് പോ. അയ്യോ, DDT പാർട്ടിക്ക് നിന്റെ ഔദാര്യം ഒന്നും വേണ്ട. ഒരു ഇസ്തിരിപ്പെട്ടി വാങ്ങിക്കാനുള്ള വകയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം. നിനക്ക് ഇസ്തിരിപ്പെട്ടി എന്തായാലും ഞാൻ വാങ്ങിച്ചു തരും. എനിക്ക് വേണ്ട എന്റെ ഇസ്തിരിപ്പെട്ടി. വേണ്ടെന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ കിടന്ന് ബഹളം എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഇസ്തിരിപ്പെട്ടി ഞാൻ വാങ്ങിച്ചു തരും. നീ അതില്ലാന്നില്ല. ഈ അലസട്ട തിന്നിട്ട് ഒരു സമയവും ഇല്ല ഇവിടെ. മോന്റെ അടുത്ത് പറ, മോനെ നാക്ക് ചൊറച്ചിൽ വല്ല മരുന്ന് വാങ്ങിച്ചു കൊടുക്കി. രാവിലെ നേരം വെളുക്കുമ്പോ ഇറങ്ങിട്ട് രണ്ടുപേരും കൂടെ പോയി. രണ്ടും കൂടെ തുടങ്ങിയാ പിന്നെ എന്റെ അപ്പ പിന്നെ അവനൊന്ന് സമാധാനം എടുക്കാൻ പറ. ഒരു ഇസ്തിരി പെട്ടി ഞാൻ ഇത്തിരി എടുത്തോണ്ട് പോയി അത് തിരിച്ചു ഇവിടെ റൊണാൾഡിന്റെ കൊടുത്തു വിട്ട്. അതിപ്പോ ഇവിടെ കാണാനില്ല. അതിനോടൊന്നും ഇങ്ങനെ ഒരു ബഹളം. എനിക്കിന്ന് മീറ്റിംഗ് ഉള്ളതാണ്, പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗ്. ഇല്ല ഇല്ല, എന്താ പ്രശ്നം? അമ്മാവാ, എനിക്കിന്ന് പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗ് ഉള്ളതാണ്. ഇട്ടോണ്ട് പോലുള്ള യൂണിഫോം തേച്ച് വെക്കാൻ വേണ്ടി ഇന്നലെ അവിടെ ഞാൻ പറഞ്ഞു. അവളത് കേട്ടില്ല. സാരമില്ല, എന്റെ ആവശ്യമാണല്ലോ, ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്റെ യൂണിഫോം ആണല്ലോ. ഞാൻ എടുത്ത് തേക്കാൻ നോക്കുമ്പോ തേപ്പോട്ട് കാണാനില്ല. ഇവരെടുത്ത് അവന് കൊടുത്തു. അവൻ കൊണ്ട് പാർട്ടി ഓഫീസ് കൊണ്ട് കളഞ്ഞ്. എന്റെ അമ്മാവ, ഞാൻ ഇസ്തിരി പെട്ടി തിരിച്ചു കൊടുത്തുവിട്ട് ഇപ്പൊ കാണാനില്ല. പക്ഷെ ഞാൻ അവന് വേറെ ഇസ്തിരി പെട്ടി വാങ്ങിച്ചു കൊടുക്കാന്ന്. എനിക്ക് നിന്റെ വേണ്ട. ഇത് പിടിവാശിയല്ലേ? പിടിവാശി പറഞ്ഞാ മനസ്സിലാവേണ്ടല്ലേ? ആവശ്യമുള്ളൂ. പഴയ ഇസ്തിരിപ്പെട്ടി കേട് വന്നു എന്ന് കരുതിക്കോ. പുതിയൊരു ഇസ്തിരിപ്പെട്ടിയല്ലേ ഞാൻ മേടിച്ചു കൊടുന്നേരാം. എന്തിന്? ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഇതിന്റെ പേര് തർക്കണ്ടായണ്ടല്ലോ.